ചേച്ചി, ഈ ബാഗ് എന്ന് മേടിച്ചതോ? അത് അച്ചുവേട്ടൻ കല്യാണത്തിന് മുമ്പ് വന്നാണല്ലോ. അപ്പൊ ഒരു 5-6 മാസം പഴക്കമില്ലേ? ഏകദേശം. അപ്പൊ ചേച്ചിക്ക് പുതിയ ബാഗ് കിട്ടാറായി. ആ, ചേച്ചിയുടെ 6 month ആനിവേഴ്സറി അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ? എന്റെ പൊന്നേച്ചി, ചേച്ചിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ലേ? സത്യമായിട്ടും എന്റെ പൊന്നേച്ചി, അപ്പുറത്തെ വീട്ടിലെ അരുൺ സാറുണ്ടല്ലോ, അവരുടെ 6 month ആനിവേഴ്സറിക്ക് എന്നാ ഒക്കെ ചെയ്തെന്നറിയാവോ? ഒരു ഡയമണ്ട് നെക്ലേസ്, എന്തോ ഒരു വില കൂടി ഒരു ബാഗ് ഉണ്ടല്ലോ, ഇത് ഗൂച്ചിയോ അങ്ങനെ ഗൂച്ചി, അതിന്റെ ഒരു ബാഗ്, ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടില്ല. ആ ചേച്ചിയുടെ ഒരു ജാടമാണ് ഈ ഗൂച്ചി ബാഗും പിടിച്ചോണ്ട്. ചേച്ചി ആയതുകൊണ്ട് ഞാൻ പറയുക, ഈ കെട്ടന്മാർ ഇതൊന്നും ചെയ്തു തരുവേ. ചെയ്തില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു മേടിക്കണം, നമ്മൾ പിടിച്ചു വാങ്ങണം. ചേച്ചിക്ക് അർഹതപ്പെട്ട കാര്യങ്ങളാ. ചേച്ചി ഒരു ഗൂച്ചി വാങ്ങിക്കൊണ്ട് ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ എന്നാ ചാടയായിരിക്കും. ചെല്ലി ചേച്ചി പോയി ചോദിക്കും. ചേച്ചി പോയി ചോദിച്ചു വാങ്ങ ചേച്ചിക്കുള്ളത്. ശരി. ചേച്ചിക്ക് ഏതായാലും പുതിയ ബാഗ് കിട്ടുമല്ലോ. എന്നാ പിന്നെ ഞാൻ നിർത്തോട്ടെ. ആ, എടുത്തോ. ഇതെന്താ പൊതുപ്പിന്റെ അടിയിൽ പരിപാടി? ബിഗ് ബോസോ? ആ എടോ, ഇപ്രാവശ്യത്തെ ബിഗ് ബോസില് ജിസേൽ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. എന്നാ ഒരു പെർഫോമൻസാ. ഞാൻ ജിസേൽ ആർമിയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത എലിമിനേഷനിൽ ആ കുട്ടീനെ ഹൗസിൽ നിന്ന് പുറത്താക്കാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഈ ഫോണിൽ കാണുമ്പോഴേ അത്ര ഒരു ഗുമ്മില്ല. ടിവിയിലൊക്കെ കാണുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അതിനെന്താ നമുക്ക് ഇവിടെ ടി വി ഇല്ല, വെറുതെ എന്തിനാ കഷ്ടപ്പെടുന്നത്? അതെ, ഈ മാസത്തെ സബ്സ്ക്രിപ്ഷന്റെ പൈസ കൊടുക്കാത്തതുകൊണ്ട് ഏഷ്യാനെറ്റ് കട്ട് ചെയ്തു. ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. എന്നിട്ട് എടോ, ഞാൻ ഈ ബിഗ് ബോസ് ഒന്ന് കണ്ടു തീർക്കട്ടെ. ബിഗ് ബോസ് അവിടെ ഇരിക്കട്ടെ, നമ്മുടെ ഹണിമൂണിന് എവിടെ പോകുന്ന പറ. ഹണിമൂണോ? എടോ, ഹണിമൂണിനൊക്കെ കുറെ പൈസ ഞാൻ പറഞ്ഞല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ 6 month ആനിവേഴ്സറി വരുന്നത്, ഒരു ട്രിപ്പിന് പോകണം, പിന്നെ പറ്റിയ ഒരു ഗൂച്ചി ബാഗ് കൂടി മേടിക്കണം. 6 month ആനിവേഴ്സറിയോ? ഓരോ കേൾക്കാത്ത സംഭവങ്ങളൊക്കെയാണല്ലോ താൻ പറയുന്നത്. അപ്പുറത്തെ വീട്ടിലെ അരുണില്ലേ, പുള്ളിക്കാരൻ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയമണ്ട് നെക്ലസ് മേടിച്ചു കൊടുത്തത് 6 month ആനിവേഴ്സറിക്ക്. ഞാൻ അതുപോലെ ചോദിച്ചില്ലല്ലോ, ഞാനൊരു ഗൂച്ചി ബാഗ് മാത്രമല്ലേ ചോദിച്ചോളൂ. തനിക്ക് എന്തിനാണ് ഗൂച്ചിയുടെ ബാഗ്? അല്ല, അതിരിക്കട്ടെ, അപ്പുറത്തെ വീട്ടിലെ കാര്യം താനെങ്ങനെ അറിഞ്ഞു? നമ്മുടെ വേലക്കാരി ലക്ഷ്മി പറഞ്ഞു. അത് ശരി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് നമ്മുടെ 6 month ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ എന്റെ തനി സ്വരവും നിങ്ങൾ കാണും. ഈ വേലക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഹൗസിൽ നിന്ന് ആദ്യം എലിമിനേറ്റ് ആവാൻ പോകുന്നത് ഞാനായിരിക്കും. ഒന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ വേലക്കാരി.